നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്ത് വ്യക്തമായിട്ടുള്ളൊരു പരിശോധന നടത്തിയിട്ടുണ്ട്. വളരെ വിശദമായിട്ടുള്ളൊരു പരിശോധനയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഈ പരിശോധനയിൽ നമുക്ക് കണ്ടെത്തിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഏരിയ നിലവിലെ സാഹചര്യത്തിൽ വളരെ ഡേഞ്ചറായിട്ട് നിൽക്കുന്നൊരു ഏരിയയാണ്. വളരെ മുൻകരുതലുകൾ എടുക്കേണ്ടതും ഈ പ്രദേശത്തുള്ള ആളുകളെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വടക്കാഞ്ചേരി നഗരസഭയിലെ മാരാത്തുകുന്ന് അകമലയിൽ ഉരുൾപൊട്ടൽ ജാഗ്രത പ്രഖ്യാപിച്ച വിദഗ്ധ സംഘം. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ലെന്നും മഴ കഴിയുന്നതുവരെ ഈ മേഖലയിലെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതാണ് അഭികാമ്യമെന്നും സംയുക്ത സംഘം. ഭൂമിശാസ്ത്രപരമായ കിടപ്പിൽ ആശങ്ക. നഗരസഭയുടെ അടിയന്തര നടപടി. മേഖലയിലെ 41 കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ വീടൊഴിയണമെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും വ്യാജ വാർത്ത പ്രചരിപ്പിച്ചാൽ കർശന നടപടിയെന്നും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. അതീവ ജാഗ്രത പ്രഖ്യാപിച്ച് നഗരസഭ. ജില്ലയിൽ മഴയും കാറ്റും. വെള്ളക്കെട്ടുപൊഴിയാതെ വിവിധ പ്രദേശങ്ങൾ. മഴ മുന്നറിയിപ്പും തുടരുന്നു. നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷന്റെ മുന്നറിയിപ്പ്. ജില്ലയിൽ കരുവന്നൂർ, ഗായത്രി പുഴകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. ദുരന്ത സാഹചര്യം ഒഴിവാക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ചയും അവധി. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. സുപ്രസിദ്ധമായ കാളിയാറോഡ് പള്ളി ജാറത്തിലെ ചന്ദനക്കുടം ആണ്ട് നേർച്ച 2025 ഫെബ്രുവരി 13 മുതൽ 15 വരെ. മതേതരത്വത്തിന്റെ സംഗമ ഭൂമിയിൽ വീണ്ടും ആഘോഷ നിറവ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗജവീരന്മാരും നേർച്ച കാഴ്ചകളുമെത്തും. കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റിയുടേതാണ് തീയതി പ്രഖ്യാപനം. സംസ്ഥാന പാതയിൽ പഴയ കുറാഞ്ചേരിയിൽ ജലമൊഴുക്ക് സുഗമമാക്കാൻ വടക്കാഞ്ചേരി നഗരസഭയുടെ ഇടപെടൽ. പൊതുമരാമത്ത് നിരത്ത് വിഭാഗം ഭൂമി കയ്യേറി കോൺക്രീറ്റ് നടത്തിയ സ്ഥലം പിടിച്ചെടുത്ത് നിർമ്മിതി പൊളിച്ചുമാറ്റി. പാതയോരത്തെ കാന അടച്ചു കെട്ടിയായിരുന്നു പ്രവർത്തനം. പൊളിച്ചുമാറ്റിയത് JCB കൈകൾ ഉപയോഗിച്ച്. പ്രളയ ദുരിത ബാധിതർക്ക് കൈത്താങ്ങാകാൻ നഗരസഭ വെള്ളം കയറിയ വീടുകൾ ശുചീകരിച്ച് നൽകും. വടക്കാഞ്ചേരിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സാധന സാമഗ്രികൾ എത്തിച്ച് റോട്ടറി ക്ലബ്ബ്. കനത്ത മഴയിൽ വെള്ളക്കെട്ടിലമർന്ന് എടക്കളത്തൂർ മേഖല. മൂക്കോല അയ്യപ്പൻകാവ് ക്ഷേത്രം വെള്ളത്തിൽ. ചുറ്റമ്പലത്തിനുള്ളിൽ നിറയെ വെള്ളം. 3 ദിവസങ്ങളോളമായി കെട്ടിക്കിടക്കുന്ന ജലം ഭക്തജനങ്ങൾക്ക് സമ്മാനിക്കുന്നത് ദുരിതം. ക്ഷേത്രത്തിൽ നടത്താനിരുന്ന കർക്കിടക വാവുബലി ഉപേക്ഷിച്ചു. തോളൂർ പിഷാരിക്കൽ കാർത്യാനി ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വിപുലമായ ഒരുക്കങ്ങൾ. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഇരുചക്രവാഹന മോഷണം. പാലക്കാട് പുതുക്കോട് സ്വദേശി അബ്ദുൽ സലാം മെഡിക്കൽ കോളേജ് പോലീസ് പിടിയിൽ. മോഷ്ടാവ് വലയിലായത് കോഞ്ചേരിയിൽ നിന്ന്. വടക്കാഞ്ചേരി കോടതി റിമാൻഡ് ചെയ്തു. ജീവനക്കാരെ പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യം. മിണാലൂർ മാരാത്ത് വാദ്യകലാ എക്യുപ്മെന്റ് ചെണ്ട നിർമ്മാണ കമ്പനി ഉടമയ്ക്ക് വെട്ടേറ്റു. പുതുരുത്തി സ്വദേശി രാജേഷ് മാരാത്തിനാണ് തലയിലും മുഖത്തും വെട്ടേറ്റത്. കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ട തൊഴിലാളികളാണ് ആക്രമിച്ചതെന്ന് മൊഴി. പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന് ആരോപണം. സംസ്ഥാന പാതയിൽ മുള്ളൂർക്കര ആറ്റൂർ പെട്രോൾ പമ്പിന് സമീപം കാറും ബസ്സും കൂട്ടിയിടിച്ച് അപകടം. നിയന്ത്രണം വിട്ട ബസ് വീട്ടുമതിലും ഇടിച്ചു തകർത്തു. കുന്നംകുളം താഴത്തെ പെട്രോൾ പമ്പിനു സമീപം KSRTC സ്വിഫ്റ്റ് ബസ്സിന് പുറകിൽ കണ്ടെയ്നർ ലോറി ഇടിച്ചു കയറി. ഇരുവാഹനങ്ങളും തകർന്നു.
വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിക്കാൻ തീരുമാനം. ജിയോളജി, മണ്ണ് സംരക്ഷണ വകുപ്പുകളെ ചുമതലപ്പെടുത്തി മണ്ഡലത്തിൽ 10 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കുറാഞ്ചേരിയിലും വടക്കാഞ്ചേരിയിലും ഇടിഞ്ഞ മണ്ണ് അടിയന്തിരമായി നീക്കം ചെയ്യും. മഴയൊഴിയുമ്പോൾ ഒരു ശമനവുമില്ലാതെ വടക്കാഞ്ചേരിയിൽ വ്യാപാരി ദുരിതം. വെള്ളം വിഴുങ്ങിയ വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ ആക്രിയാക്കി വ്യാപാരി സമൂഹം. കോടികളുടെ നഷ്ടത്തിൽ സങ്കടക്കടലിൽ കച്ചവടക്കാർ. എല്ലാ സാമഗ്രികളും പുതിയതായി സ്റ്റോക്ക് ചെയ്യേണ്ട സ്ഥിതി. ഓണക്കച്ചവടത്തിന് ശേഖരിച്ച സാമഗ്രികളാണ് നശിച്ചത്. വടക്കാഞ്ചേരിയെ മുക്കിയത് വാഴാനി ഡാം ഷട്ടറുകൾ വലിയ ഉയരത്തിൽ തുറന്നു വിട്ടതെന്ന് ആരോപണം. തെക്കുംകര പഞ്ചായത്തിന്റെ അനാസ്ഥ. 12-18 വാർഡുകളിലെ ജനങ്ങൾക്ക് ജലദുരിതം.